ഹേ ഗൈസ്, അപ്പോൾ ഫൈനലി നല്ല അടിപൊളി പോരാട്ടത്തിന് ശേഷം പോർച്ചുഗൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ചിരിക്കുകയാണ്. 2-1 സ്കോർ. ത്രില്ലിംഗ് മാച്ച് തന്നെയായിരുന്നു. ശരിക്കും അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അവസാനം ഗോൾ ഇടിക്കുന്നത് ഓഫ്സൈഡ് വിളിക്കുന്നു, വീണ്ടും VAR ചെക്ക് ചെയ്യുന്നു, അത് ഓഫ്സൈഡാന്ന് പറയുന്നു. അതൊക്കെ ഒരു ത്രില്ലർ, ഒരു അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ത്രില്ലർ എൻഡിങ് ആയിപ്പോയി ഈ ലൈവ് മാച്ച്. പക്ഷെ എനിക്കിപ്പോഴും പറയാനുള്ളത് പോർച്ചുഗൽ ഫാൻസിനോടാണ്. ഈ ഗെയിം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ട് കിടക്കുകയാണ്. ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന ടീമാണ് നിങ്ങളത്. ഇതിൽ കൂടുതലൊരു മിഡ്ഫീൽഡേഴ്സ് ഒരു ടീമിനുണ്ട്. കാരണം ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ചയാണ് നിങ്ങളെ മിഡ്ഫീൽഡേഴ്സിനെ പറ്റി. ഈ ലോകോത്തര പ്ലേയേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് നാങ്ങിയാണ് ഈ കാണിക്കുന്നത്? അർജന്റീന ഫാൻസ് ഒരിക്കലും തോക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, നിങ്ങൾ ജയിക്കണം എന്നാണ് വിചാരിച്ചത്. കാരണം നിങ്ങളെ ഞങ്ങൾക്ക് ഫൈനലിൽ വേണം. സോ നിങ്ങൾ ജയിക്കണം, അല്ലെങ്കിൽ റൊണാൾഡോ ഗോൾ അടിക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായ സന്തോഷവും ഭയങ്കരമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റൊണാൾഡോ ഗോൾ അടിച്ചു, പെനാൽറ്റി ആണെങ്കിലും അത് ഗോളാണ്. അതാണ് സന്തോഷം. കളി ജയിച്ചു. പക്ഷെ ഈ ഒരു കളി കൊണ്ട് നമ്മളെങ്ങും എത്തില്ല. ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഫുട്ബോൾ കളി അറിയാവുന്നവർക്കും ഫുട്ബോളിനെ പറ്റി ചിന്തിക്കുന്നവർക്കും ഇന്നത്തെ പോർച്ചുഗലിന്റെ കളി ജയിച്ചു കാണത്തില്ല. അതെന്തായാലും ഉറപ്പാണ്. അവരുടെ മിഡ്ഫീൽഡേഴ്സ് ബ്രൂണോ ഫെർണാണ്ടസ്, ബെസ്റ്റ് പ്രീമിയർ ലീഗ് മിഡ്ഫീൽഡർ ഓഫ് ദി ഇയർ. വിറ്റീനിയ, UCL ബെസ്റ്റ് മിഡ്ഫീൽഡർ. ജാവനിറ്റോ, ചെൽസി ബെസ്റ്റ് മിഡ്ഫീൽഡർ. ആ മനുഷ്യന് നിങ്ങൾ കുറച്ച് പന്ത് കൊടുക്കും, ഒരു ഏരിയൽ ബോൾ കൊടുക്കും, ബോളൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കും. ആശയം റാമോസ് അടിച്ച ബോൾ എങ്ങനെയാണ് റാഫേലിയോ പൊക്കി കൊടുത്തു, ഹെഡ് ചെയ്തു. അവിടെ ഒരു മനുഷ്യനുണ്ട്, ആ പുള്ളിക്കുന്ന ബോൾ എത്തിച്ചു കൊടുക്കും. ഫസ്റ്റ് ഹാഫിൽ അവർ ഡിഫൻസീവ് കളിച്ച ക്രൊയേഷ്യയാണ്. സെക്കൻഡ് ഹാഫ് അവർ നേരെ തിരിഞ്ഞ് ഫുൾ അറ്റാക്കായി. 39 വയസ്സുകാരൻ കാണിച്ചൊരു അഭ്യാസം ഉണ്ട് അതിനകത്ത്. ഈ 4 അമ്മ വിചാരിച്ചിട്ട് നടന്നില്ല. ഒരാളപ്പുറത്ത് നിന്ന് ഒരു കളി നിയന്ത്രിക്കുക. പുള്ളിക്ക് 39 വയസ്സുണ്ട്. പേര് ലുക്ക മോഡ്രിച്ച്. പുള്ളി ഒരാൾ ചെയ്ത കാര്യം അവിടെ 4-5 അമ്മമാർ ചെയ്തിട്ട് നടന്നില്ല. ആ 2 ഗോൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് കളിച്ചൊരു ക്രൊയേഷ്യ എന്നാണ്. റീസെന്റ് ആയിട്ട് ക്രൊയേഷ്യ അത്ര വലിയ ഫോമിലൊന്നും അല്ല. എന്നാൽ കൂടി ഇന്നത്തെ ഗെയിം, പ്രത്യേകിച്ച് മോഡ്രിച്ച്, എന്ത് പറയാനാ വയ്യാനി, എന്ത് മനുഷ്യനാണല്ലോ. ആ 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഒരു 4 സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തി. നടപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന ബ്രൂണോ മാറ്റി, വിറ്റീനിയ മാറ്റി, പിന്നെ പെഡ്രോനെറ്റോ മാറ്റി, കാൻസലോ മാറ്റി. ഏറ്റവും മികച്ച 4 പ്ലേയേഴ്സിനെ മാറ്റി. ഈ ഗെയിം കൊണ്ട് സ്പെയിനിന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? വിജയം അത്ര എളുപ്പമായിരിക്കില്ല. റാഫേലിയോ ഒക്കെ എന്തോന്നോ കാണിക്കുന്നത്. പെഡ്രോനെറ്റോ എത്ര ബോളാ കൊണ്ടുപോകാ, ഉള്ളി വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാതെ അടിച്ചിടാൻ. ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന് ബോൾ കൊടുക്കും, പുള്ളി കളിക്കും, പുള്ളി നിങ്ങൾ വിശ്വസിക്കുക. അവസാനത്തെ ആ റാഫേലിയോ പൊക്കി കൊടുത്ത ബോൾ, ആ ഒറ്റ ബോളെന്തോ ക്രോസ് വന്നുള്ളൂ, അത് സ്കോറും വീണ. ഇവൻ റാമോസ് അല്ല, റൊണാൾഡോ ആയിരുന്നെങ്കിൽ സ്കോർ തന്നെ. റൊണാൾഡോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഗോൾ ഉണ്ടായിരുന്നത് ഹെഡ് ചെയ്യുന്നത്. ഈ ഒരു ഗെയിം കൊണ്ട് നിങ്ങൾ ഒരിക്കലും വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഇന്നത്തെ കളി കണ്ട എല്ലാവർക്കും അറിയാം പോർച്ചുഗലിന്റെ ഗെയിം എന്താണ്. ഓക്കെ, ജയിച്ചു. ഇത്ര ഇതായിട്ടിരുന്ന് പോർച്ചുഗൽ ഫാൻസ് കളി കാണത്തില്ല. പോർച്ചുഗൽ ഫാൻസ് അവരുടെ ഗെയിം കണ്ടവർക്ക് തന്നെ മനസ്സിലായി എന്താണ് പോർച്ചുഗൽ ചെയ്യുന്നതെന്ന്. അപ്പൊ അവർ അത്ര ടെൻഷനാണ്. ഗെയിമിലൊന്നും എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത്. ഞാൻ റൊണാൾഡോ പറയാന്, റൊണാൾഡോ ഒക്കെ നാളേക്ക് ബോൾ കൊടുത്തില്ല, പുള്ളി കിട്ടിയൊക്കെ ബോൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയെക്കാരും മാൻ ഓഫ് ദ മാച്ച് കൊടുക്കേണ്ടത് അവരുടെ കീപ്പറിന്. എനിക്ക് അവരുടെ മാച്ച് ഇന്നറായിട്ട് നമുക്ക് അവരുടെ കീപ്പറയാ കോസ്റ്റൊക്കെ ഒരു കുറെ സേവ് ചെയ്തു. നമ്മുടെ ജോട്ടയുടെ ഓർമ്മ ദിവസമാണ്, അത് ജയിച്ചത് വളരെ സന്തോഷം. അപ്പൊ എന്തായാലും അടുത്ത കളി ജയിക്കട്ടെ. എന്തായാലും സ്പെയിനായിട്ടല്ലേ, ജയിച്ചു വരട്ടെ.